ഹായ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ക്ലാസ് 11 CBSE എക്സാമിനേഷൻ ചില സ്കൂളുകളിൽ കഴിഞ്ഞിട്ടുണ്ട്, ചിലർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ലാസ് 12 CBSE, ക്ലാസ് 11 CBSE പോലെ അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ബോർഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ക്ലാസ് 12 CBSEയിലാണ്. വൺ ഓഫ് ദി ടഫസ്റ്റ് ബോർഡ് എക്സാമിനേഷനാണ് ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം മുതൽ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ നിങ്ങൾ കുഴപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആയിരിക്കും. ഫിസിക്സിലെ MCQ ക്വസ്റ്റ്യൻ 12 MCQ ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത്. അതും JEE ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. 1 മാർക്കാണ് ഒരു MCQ ക്വസ്റ്റ്യൻ. ഈ 1 മാർക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്തി ആയിട്ടുള്ള കുറേ സ്റ്റെപ്പുകൾ ചെയ്തെങ്കിൽ മാത്രമേ ആൻസറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അത് നമ്മുടെ സമയം പോകുന്നൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ നമ്മൾ എക്സാമിന് കുഴപ്പിക്കുന്ന സംഗതിയാണ് അസേർഷൻ റീസണും, കേസ് സ്റ്റഡിയും, അതേപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനുകളൊക്കെ. ഡെറിവേഷൻ വളരെ കുറച്ച് മാർക്കിന് മാത്രം ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിന് CBSE ബോർഡ് എക്സാമിന് ചോദിക്കുന്നത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിയിരിക്കണം. ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി മക്കളെ നമുക്ക് ആദ്യം മുതൽ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അതിനുവേണ്ടി സൈലം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന നമ്മുടെ ട്യൂഷൻ പ്രോഗ്രാമാണ് അഗ്നി എന്ന് പറയുന്നത്. നമ്മുടെ അഗ്നി ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഇതാ ആരംഭിച്ചിരിക്കുകയാണ്. അഗ്നി ഇത്തവണ 2 പ്ലാനുകളായിട്ടാണ് നിങ്ങൾക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ബേസിക് പ്ലാൻ ആണ്. ബേസിക് പ്ലാനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അവിടെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നോട്ട്സുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ലൈവിൻ്റെ സ്ലൈഡുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. DPPസും അതേപോലെ തന്നെ ടെസ്റ്റുകളും നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുകയും റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ബേസിക് പ്ലാനിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻഫിനിറ്റി പ്ലാനിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഈ ബേസിക് പ്ലാനിന് പുറമെ നിങ്ങൾക്കുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പേൾ വീഡിയോ തന്നെയാണ്. നമ്മുടെ NCERTയിലെ മുഴുവൻ കാര്യങ്ങളും കവർ ചെയ്തിട്ടുള്ള, NCERTയിലെ എക്സസൈസും എക്സാമ്പിളും ഒക്കെ കവർ ചെയ്തിട്ടുള്ള പ്രീ റെക്കോർഡഡ് വീഡിയോ, പ്രീമിയം പ്രീ റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അതിന് പുറമെ ഇൻസ്റ്റാൾ ചെയ്യണം മൈൻഡ് മാപ്പും ഫോർമുല ഷീറ്റും ദെൻ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ടോപ്പർ സീരീസ്, വർക്ക്ഷീറ്റ് വിത്ത് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഇനി വരുന്ന ക്ലാസ്സുകളിലോട്ടുള്ള, അതായത് അഗ്നിയുടെ 2.0 ബാച്ചിലോട്ട് നിങ്ങൾക്ക്, അതേപോലെ തന്നെ എൻഡ് ഗെയിം ബാച്ചിൻ്റെയൊക്കെ ആക്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കുക. അപ്പോൾ തുടക്കം മുതലേ പഠിച്ചുകൊണ്ട് നമുക്ക് അടിപൊളി മാർക്ക് കരസ്ഥമാക്കാം. അപ്പോൾ ഈ കയറി പോകുന്നതൊക്കെ ഈ ഒരു വർഷം ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഫുൾ മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും.